ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് മോപ്പില്ലേ നമ്മുടെ പഴയ വേസ്റ്റ് ആ മോപ്പിൽ നിന്ന് ഒരു ലാമ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പഴയ സ്മാർട്ട് മോപ്പിൽ വീട്ടിൽ വേസ്റ്റായിട്ട് ഒഴിവാക്കിയിട്ട മോപ്പ് വേണം. പിന്നെ ഒന്നെങ്കിൽ ഒരു ഇങ്ങനത്തെ ഇതോ അല്ലെങ്കിൽ ഒരു ചിരട്ടയോ വേണം. ഈ സ്മാർട്ട് മോപ്പ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഫസ്റ്റ് അതിനെന്ത് ചെയ്യണം, ഇതിൻ്റെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാണ് ഇതിനെ. ഇതിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇങ്ങനെ കിട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഇതിനെ മാറ്റണം. പിന്നെ ഈ പോർഷൻ ഒഴിവാക്കണം ഇതിൽ നിന്ന്. പിന്നെ ഇതിൻ്റെ ഇവിടെ ആയിട്ടൊരു ഹോൾ വേണം. ഇവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇവിടത്തേക്കായിട്ട് ഒരു ഹോള്. പിന്നെ ഇതൊരു നട്ടുള്ള ഭാഗമായിരിക്കും. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ ഇങ്ങനെ ഒരു 3 സാധനമായിട്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരിക. ഇതൊരു പഴയ ക്ലോക്കിൻ്റെ ഒരു ഹെഡായിരുന്നു. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടൈറ്റായി നിൽക്കും. ഇതിൻ്റെ ഉള്ളിൽ ബൾബിൻ്റെ ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ ലാമ്പിൻ്റെ ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് മാറ്റിയതിൻ്റെ ഉള്ളിലൊരു മെറ്റലിൻ്റെ ഒരു പോർഷനുണ്ട്. കണ്ടോ, ഒരു മെറ്റലിൻ്റെ ഒരു പോർഷനുണ്ട് ഈ കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ. ഇത് നമുക്ക് ഒഴിവാക്കണം. അതായത് ഇവിടെ ഹോൾ ഇടുമ്പോൾ ഇതിൻ്റെ നടുവിലായിട്ട് ഇത് വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇങ്ങോട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് തടി കൂടുതലായതുകൊണ്ട് ഇതൊന്ന് അമർത്തണം, പ്രസ് ചെയ്യണം. കുറച്ച് ഹോൾ ചെയ്തിട്ടുണ്ട്. ഒന്നിങ്ങനെ ചളുക്കി അപ്പോൾ ഒരു സ്ക്വയർ പോലെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഹോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരും. ഇനി ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത ഒരിതാണ്. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തിട്ട് അത്യാവശ്യം വലിയ ഇതായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഇത് കൊടുക്കാം. പറഞ്ഞതുപോലെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിറങ്ങി നിൽക്കും. ഇതിൻ്റെ അവിടെ സ്ക്രൂ ഇട്ടതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യാണ്, കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസാണ്. അപ്പോൾ ബേസ് കൊടുക്കുന്നത് നമ്മുടെ മോപ്പിൻ്റെ ആ ഭാഗം തന്നെയാണ്. ഇപ്പം ഞാൻ കയ്യിലെടുത്തിട്ടില്ലേ. അപ്പോൾ ഇത് കയറില്ല.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് കയറാത്തത് കൊണ്ട് നമ്മളിതിൻ്റെ ഹോൾ എന്ത് ചെയ്യണം, ഒന്ന് ഇതാക്കിയിട്ട് ഇതാക്കണം. അതിന് കൂടുതൽ പഴയ വലിയ കത്രിക ഉണ്ടെങ്കിൽ കത്രിക വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്താൽ കറക്റ്റ് റൗണ്ട് ചെയ്യുമ്പോൾ ഇതെന്താവും, കറക്റ്റ് പോകും. അതേപോലെ കറക്റ്റ് റൗണ്ടിലായിട്ട് മുറിഞ്ഞ് റൗണ്ടായി കിട്ടും. എന്നിട്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിൽക്കും. അപ്പോൾ ലാമ്പ് ഇതിൻ്റെ സ്റ്റാൻഡ് ഇതിൽ തന്നെ ചെയ്യാം. പിന്നെ ഇങ്ങനെ സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഈ ക്ലിബ് റൈസ്ഡ് ആയിരിക്കും, വീഴാൻ സാധ്യത വരും. പിന്നെ ഇതിൻ്റെ അടിയൊന്ന് കുറച്ച് വെയിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സിമെൻറ്റ് വെച്ചിട്ടാണ് മൂടുന്നത്. ഇത് ഫുള്ള് സിമെൻറ്റ് വെച്ച് മൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായും ഇവിടെ വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് മറിഞ്ഞു വീഴാൻ സാധ്യത ഉണ്ടാകും. പിന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഉള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ലൈറ്റ് പറയുന്നത് ഈ ടൈപ്പ് സാധനമാണ്, LED ക്യാബിനറ്റ് ലൈറ്റാണ്. ഇതിന് ഷോപ്പിലൊരു 250 ഹോൾസെയിൽ റേറ്റിന് നമുക്കൊരു 150 രൂപയ്ക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് 3 വാട്ട്സിൻ്റെ ലൈറ്റാണ്. അപ്പോൾ ഇതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ 3 വാട്ട്സും കിട്ടും, നല്ല പവർ കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആക്സ് ബ്ലേഡോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് കട്ട് ചെയ്തിട്ട്, ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇത് സ്ക്രൂ ചെയ്യുന്നു. ഇത് സ്ക്രൂ ചെയ്യാൻ ഇത് മാഗ്നറ്റാണ്. ഫസ്റ്റ് ചെയ്യുന്നത് നമ്മളിതിനെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഈ 2 ഹോള് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് അതിലേക്ക് സ്ക്രൂ ഇറക്കുക ചെയ്യുന്നത്. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ യാതൊരു വിധ വൃത്തികേടും ഉണ്ടാവില്ല ചെയ്യുന്നതിന്. അപ്പോൾ അതാണ് ചെയ്യുന്നതിന്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തത് ഊരണം. പിന്നെ ഇവിടെ ഒന്ന് ഈ ഇത് ആക്സ് ബ്ലേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് മുറിച്ചിട്ട് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് ഇതിന് ഞാൻ ചെറിയൊരു ഹോളാണ് ഇട്ടിട്ടുള്ളത്. അതിൽ ഈ വയറ് വലിക്കുമ്പോൾ തന്നെ വയറ് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ വേറെ സ്ക്രൂ ചെയ്യേണ്ടൊരു ആവശ്യം വരുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ റേഡിയസ് അല്ല ബാക്കിൽ വരുന്നതിന്. അപ്പോൾ സ്ക്രൂ ചെയ്യുകയാണെങ്കിൽ തന്നെ പുറത്തു പോവുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, സ്ക്രൂ ചെയ്യുന്നില്ല. സോ ഇത് ടൈറ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഞാൻ ഉള്ളിലൂടെയാണ് വയറ് വലിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ വീഡിയോ ചെയ്യാൻ മറന്നുപോയി, ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ കൊടുത്തിട്ട് ഇതിന് ഇവിടെ നിന്ന് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ടൊരു വയറും കാണാതെ നല്ലൊരു വൃത്തിക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റേ വയറ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വൃത്തികേടുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്.
ബേസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ബൾബും ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വയർ ഈ പുറത്ത് കൂടെ ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അടിയിൽ കൂടെ ഇറക്കണം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ വെള്ളം ഇതില്ലേ അതിൻ്റെ അവിടെ കൂടെ ഒരു ഹോൾ കൊടുത്തിട്ട് ഈ വൈറ്റ് ഞാൻ കൈ പിടിച്ചിട്ടില്ലേ അതിൻ്റെ ഉള്ളിലൂടെയാണ് വയർ വലിക്കുന്നത്. അതിന് ശേഷം ഇത് നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസ് കനത്തിന് വേണ്ടിയിട്ട് ആണ് സിമെൻ്റ് ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ വയർ ഉള്ളിലൂടെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സിമെൻ്റ് എന്ത് ചെയ്യാണ് ആവശ്യമായിട്ട് മൂടാണ്. അപ്പോൾ വയർ എപ്പോഴും ഒരു സേഫായിട്ടുള്ള രീതിക്ക് പോകുകയും ചെയ്യും. പിന്നെ ബേസ് കനം കൂടുതലുള്ളത് കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ വല്ല ബെഞ്ച് ഇളകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീഴാതെ നിന്നോളും. ഈ ചെയ്ത് സിമെൻറ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു ദിവസം 2 ദിവസം വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ അടിവശം പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു നരച്ച പോലത്തെ പ്ലാസ്റ്റിക് അയക്കുന്നത്. അപ്പോൾ അതൊന്ന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് അതും പിന്നെ ഈ മേളത്തെ വൈറ്റ് സാധനമല്ലേ അതും ഇതാക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്മാർട്ട് മോപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാനാണെങ്കിൽ ഒരു 200 രൂപയുടെ അണ്ടറിലെ കോസ്റ്റ് വരും. അങ്ങനെ സ്മാർട്ട് മോപ്പ് എന്നുള്ള ലാമ്പ് നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് 100% വർക്കിംഗ് ആണ്. വർക്ക് ചെയ്യുന്നത്